ഹായ്, പ്ലീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ മെനിയാന്ന് ഡിസ്ചാർജായി വന്നു. ആവിയൊക്കെ പിടിക്കുന്നുണ്ട്. ആവി പിടിക്കാനായിട്ട് മറ്റേ മാസ്ക് ഉണ്ടായിരുന്നു. മറ്റേ ആവി പിടിക്കുന്ന മെഷീൻ ഇന്നലെ മോളും മരുമോനും കൂടി ഒരു കടയ്ക്ക് പോയി വാങ്ങി കൊണ്ടുവന്നു. കാര്യം മെഷീൻ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഒരു 5 ദിവസം കിടന്ന് 5 ദിവസം കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട നമ്മൾ 3 ദിവസം ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഡിസ്ചാർജായി വന്നത്. കാര്യം സ്റ്റാർ ഹെൽത്തിൽ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ ഒരിത് വന്നപ്പോൾ നമ്മൾ പൈസ എന്തായാലും മുന്നേ അടയ്ക്കേണ്ടതായി വരുമെന്ന് ഡോക്ടർക്കും ബോധ്യമായിട്ടുണ്ട്. അത് കാരണമായിരിക്കും ഡോക്ടർ 3 ദിവസമായപ്പം ഡിസ്ചാർജ് തന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ കാര്യം ആവി പിടിക്കുന്ന കാര്യവും മെഷീൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാം ഇതാക്കി. പിന്നെ നല്ല ആൻറ്റിബയോട്ടിക് എഴുതി. അത് പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ 6 ദിവസം വരെ ആൻറ്റിബയോട്ടിക് കഴിച്ചായിരുന്നു. ആദ്യം എനിക്ക് നല്ല തുമ്മലും ജലദോഷമായിരുന്നു. തുമ്മലും ജലദോഷമായപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ മോള് വന്ന്, അവൾക്ക് ജലദോഷം തുമ്മലും അതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ചിതറ ഹോസ്പിറ്റലിൽ പോയി. അവിടെ കാണിച്ച് 2 ദിവസത്തേക്ക് മരുന്ന് കുറിച്ച് തന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തന്നെ ആവി കൊടുത്തായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ്, സാധാരണ എനിക്കങ്ങനെ ജലദോഷം ചുമയും അങ്ങനെ ഒന്നും വരുന്നതല്ല, പക്ഷെ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു 2 ആഴ്ച. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചുമയെന്ന് പറയുന്ന കേൾക്കാനേ ഉള്ളു. അങ്ങനെ ഈ ജലദോഷം മാറി എനിക്കങ്ങ് നല്ല ചുമയായി. ചുമയെന്ന് പറഞ്ഞാൽ പോരാ, ചുമയങ്ങ് കടുത്ത് ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ചുമ, ചുമച്ച് തുപ്പി കഫം നല്ല കട്ട കഫമായി, നല്ല മഞ്ഞ കളറിലുള്ള ഇതായിരുന്നു. പിന്നെ അങ്ങ് കുപ്പി കണക്കിന് ഞാൻ തുപ്പിക്കൊണ്ട് കളയുന്നത്. അപ്പോൾ അത്രയ്ക്ക് കഫക്കെട്ടങ്ങ് കടുത്തു എന്ന് മനസ്സിലായി എനിക്ക്. അങ്ങനെ 2ാമത്തെ ദിവസം ചെന്നപ്പോഴത്തേക്ക് 4 ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക് വീണ്ടും കുറിച്ച് തന്നു. അപ്പോൾ അത് കഴിച്ചിട്ടും എനിക്ക് കഴിച്ചു. അവിടെ നിന്ന് ആവി പിടിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ എനിക്കത് കഴിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് കുറവ് വന്നില്ല. അപ്പം വീണ്ടും ആ മെയിൻ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ചെന്നു. ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെയാണ് 2 ദിവസം ഞാൻ പോയത്, എനിക്കതിലൊരു കുറവും ഇല്ല, എന്നാണ് കൂടുതലല്ലാതെ കഫക്കെട്ട് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെസ്റ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു, നല്ല ഇൻഫെക്ഷനുണ്ട്, അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാസർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെയൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾ കാണിച്ച് 35 വർഷത്തെ ഇതുള്ള ഡോക്ടറാണ്. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡായ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അപ്പോഴും തന്നെ പറഞ്ഞു, നല്ല ഇൻഫെക്ഷനുണ്ട്, അഡ്മിറ്റായി ഇഞ്ചക്ഷൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഈ ഹോസ്പിറ്റലിലോട്ട്, ചിതറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഹെൽത്ത് കിട്ടില്ലല്ലോ. അപ്പോൾ ഡോക്ടറെ ഭാര്യ അവിടെ കിംസാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റൽ 2-3 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഓപ്പണായിട്ട്. അത് നമ്മളെ ഗോകുലം ഹോസ്പിറ്റൽ പോലെയൊക്കെ കുറച്ച് ഇതുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പോഴാണ് കുറേ ഇതൊക്കെ ആയി വന്നത്. ആദ്യമൊന്നും അത്ര വലിയൊരു ഇതല്ലായിരുന്നു. ഇപ്പം നല്ലൊരു വിധം തെറ്റില്ലാത്ത ഹോസ്പിറ്റലാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചു സംസാരിച്ച് എന്നെ അവിടത്തേക്ക് വിടുകയാണ് ചെയ്തത്, കിംസാറ്റിൽ. അങ്ങനെ കിംസാറ്റിൽ പിറ്റുന്ന കാലത്തെ ആണ് ഹാരിസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, നല്ല ഡോക്ടറാണ്. പക്ഷേ ആ ഡോക്ടർക്ക് വന്ന കൈപ്പഴിയെന്ന് പറഞ്ഞാൽ, ഡോക്ടർ അന്ന് എന്നെ ചികിത്സിക്കുന്ന സമയത്ത് ചെസ്റ്റിൽ സ്റ്റെത്ത് വെച്ച് നോക്കുന്ന സമയത്തൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ട് ചെറിയൊരു ഇൻഫെക്ഷൻ്റെ അത് കാണുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ ചോദിച്ചു, കൂർക്കം പിടിക്കുമോ? ഞാൻ പറഞ്ഞു, പിടിക്കും. എന്നാൽ ഇത് മൂക്ക് വളവ് കൊണ്ടാണ്, എനിക്ക് ശ്വാസം വിടുന്ന കൊണ്ടാണ് എന്നുള്ള ഒന്നും ഞാൻ പറയാൻ ഈ ഡോക്ടർ കുഴപ്പമില്ല എന്നുള്ള ഒരിത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒന്നും പറയാനായിട്ടുള്ള ഒരിത് തോന്നിയില്ല. അങ്ങനെയാണല്ലോ, നമ്മളെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പം അങ്ങനെ പറയുന്ന കേൾക്കുമ്പം നമുക്ക്. എന്നിട്ട് ഡോക്ടർ പിന്നെ പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കാൻ ഇവിടെ അതിനുള്ള ഇഞ്ചക്ഷൻ്റെ സംവിധാനമുണ്ട്,
നമുക്ക് സ്റ്റാർ ഹെൽത്തൊക്കെ ഉള്ളതല്ലേ, അത് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു രീതിക്കുള്ള സംസാരമാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ ഡോക്ടർ നാസർ ഡോക്ടർ വന്ന തൊണ്ട് കണ്ടില്ല, എക്സ്റേ കണ്ടില്ല, ഇതൊന്നും കാണാതെയാണ് അന്ന് ഡോക്ടർ സംസാരിച്ചതും. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്ത് എന്നും പറഞ്ഞുകൊണ്ട് 2 പിള്ളേരവിടെ നിന്ന് വന്ന് സംസാരിച്ച് പേഷ്യൻറ്റിനെ വന്ന് എങ്ങനെയെല്ലാം റിട്ടേറ്റ് ചെയ്ത് സംസാരിക്കാമോ ആ രീതിക്കെല്ലാം റിട്ടേറ്റ് ചെയ്ത് ആ പിള്ളേർ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വന്ന പയ്യനായിരുന്നു പിന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ പയ്യനെന്ന് പറഞ്ഞ് വന്നത്. ആദ്യം വന്ന പിള്ളേരെ സംസാരമൊക്കെ കേട്ടാൽ ഞാൻ ഗോകുലത്തിൽ കിടന്ന് ചികിത്സിച്ച് നമ്മൾ സ്ഥിരമായിട്ട് പോണതെന്ന് പറഞ്ഞാൽ ഗോകുലത്തിലാണ്. അപ്പോൾ ഗോകുലത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടേ ഇല്ല. വന്ന് ചോദിക്കും അവർ എന്തൊക്കെയാണ് ഗുളിക കഴിക്കുന്നതെന്നും എന്തിനൊക്കെയാണ് കഴിക്കുന്നതെന്നും, അത് അവരുടെ കടമ അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ആദ്യം ഒരു ചെറുക്കൻ വന്ന് അവൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എന്തിനൊക്കെ ഗുളിക കഴിക്കുന്നു, എത്ര നാളായി, ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞ് അവൻ കുറേ സംസാര ശൈലി അവൻ്റെ ആ ഒരു അങ്ങനെയല്ലല്ലോ. ഒരു പേഷ്യൻറ്റിനോട് വന്ന് സംസാരിക്കുമ്പോൾ അതിന് തന്നെ ഒരു നല്ല ഒരു ഇതായിട്ട് സംസാരിച്ച് നമ്മളോട് ഒരു സമീപന രീതിക്ക് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് തന്നെ ഒരു ആശ്വാസം ഒരു ഇത് കിട്ടുന്നത്. അതാണല്ലോ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. ഞാനും ഒരു K4 കെയറിൽ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അപ്പം നമുക്ക് എന്തുമാത്രം നമ്മുടെ മനസ്സിൽ സമാധാനവും ഇതും ഉണ്ടെങ്കിൽ ഒരു പ്രായമായ ഒരു അമ്മയായാലും ഒരു കുഞ്ഞുകുട്ടിയെ ആയാലും നമുക്കവരെ കെയർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം സമാധാനം ഉണ്ടെങ്കിൽ മാത്രം നമുക്കവരെ മുന്നോട്ട് അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവർ ഓരോ മനുഷ്യരെയും നമ്മൾ കെയർ ചെയ്യാൻ പോകുമ്പോൾ അവർ ഓരോ സ്വഭാവക്കാരായിരിക്കും. ചിലപ്പം ഭയങ്കര ദുർമടയുള്ളവരായിരിക്കും. അവരെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നെങ്കിൽ മാത്രമേ അവരൊക്കെ നമ്മൾ സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കെയർ അറ്റൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒത്തിരി ദിവസം കെയറിന് ഹോസ്പിറ്റലിലും അവരെ വീട്ടിലുമായിട്ട് പോയ കെയറെന്ന് പറഞ്ഞാൽ ആ അമ്മ 150 ഗുളികയൊക്കെ എടുത്ത് കഴിച്ച് ഒരു മരണത്തിലേക്ക് പോയ ഒരു അമ്മയാണ്. ആ അമ്മയെ ഞാൻ കെയർ ചെയ്ത് നല്ല ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കെയർ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റാത്ത ഒരു കെയറാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറം ശബ്ദങ്ങൾ കേൾക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമുക്ക് റിട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇതാകുമ്പോഴാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പോൾ നമ്മൾ അത്രയും ഇതെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു കെയർ അറ്റൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ K4 അത് സ്റ്റാർ ഹെൽത്തിൻ്റെ പിള്ളേർ വന്നിട്ട് രണ്ടാമത് പിന്നെ ഒരു പെൺകുട്ടി വന്ന് പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സമയത്ത് ഇവിടെ പേപ്പർ വല്ലതും കൊടുത്തിട്ടുണ്ടോ, മറ്റേ ഡോക്ടറെ തുണ്ട് കൊടുത്തിട്ടുണ്ടോ, MRI എടുത്തിട്ടുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ, റിട്ടേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇതെല്ലാം കൂടി നമ്മുടെ മണ്ടയ്ക്കങ്ങ് ആകെ നമ്മളൊരു വല്ലാത്തൊരു മൂഡിലേക്ക് അപ്പോഴും പോവുകയാണ്. കാര്യം കൂടെ നമുക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാനും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടക്കുന്ന വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് റിട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ വല്ലാത്ത ഒരു അനുഭവമാണ് എനിക്ക് ആ ഒരു കാര്യത്തിലുണ്ടായത് ആ ഹോസ്പിറ്റലിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വീണ്ടും ഒരാൾ വന്നു. ഈ സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യം എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതല്ല. ഞാൻ ഗോകുലത്തിൽ കിടന്ന് ഒത്തിരി പ്രാവശ്യമൊക്കെ അത് ചികിത്സ നേടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വിരലിൻ്റെ പ്രശ്നം വന്ന് ഞാൻ പിന്നെ SP പോർട്ടിലാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, അവിടെ നിന്ന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ഈ കിംസാറ്റിൽ ചെന്ന് കിടന്നപ്പം ഈ ഡോക്ടർ ഫസ്റ്റ് കൊടുത്ത അല്ലെങ്കിൽ ഈ പിള്ളേരയച്ച ഈ ഇൻഷുറൻസിലിരിക്കുന്ന പിള്ളേരയച്ച ഇതിലെന്തോ ഒരു ഇത് വന്നു. അപ്പോൾ ആ ചെറുക്കൻ ചോദിച്ചു, മറ്റേ ഡോക്ടർ 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചതുണ്ടൊന്നും കണ്ടില്ലയോ എന്നും പറഞ്ഞൊക്കെ വന്ന് ചോദിച്ചു. എന്തായാലും ആ ഡോക്ടർ അവിടെ നിന്ന് പോയ ഫസ്റ്റ് ഇതിലെന്തോ മിസ്റ്റേക്ക് വന്നതിൽ നിന്ന് നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെത് റിജക്റ്റായി വന്നു. അപ്പം അവിടുത്തെ സ്റ്റാർ ഹെൽത്തിലിരിക്കുന്ന സാറുമായിട്ട് ഞാൻ മുന്നേ സംസാരിച്ച് എനിക്ക് പരിചയമുണ്ട്. ആ നമ്പർ എൻ്റെ നിന്ന് എങ്ങനെയോ പോയി. അപ്പം ഞാൻ ഈ റിജക്റ്റായി വന്നത് ഞാൻ നമ്മുടെ ഏജൻറ്റിനെ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ളത് അയച്ചു കൊടുക്കാൻ പറയാൻ പറഞ്ഞു. അയച്ചു കൊടുത്തിട്ടും റിജക്റ്റായി വന്നു. പിന്നെ അവർ ഈ 2 പ്രാവശ്യം റിജക്റ്റായി വന്നത് പിന്നെ അവർ എങ്ങനെ അയച്ചാലും സ്റ്റാർ ഹെൽത്ത് അത് എടുക്കില്ല. പിന്നെ അവർ ഡിസ്ചാർജ് സമ്മറി നല്ല രീതിക്ക് അയക്കുമ്പോൾ അത് റെഡിയായി വരുന്നു എങ്കിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഡിസ്ചാർജ് സമയത്തും അതുപോലെ തന്നെ നമുക്ക് പൈസ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഡോക്ടർക്ക് അതറിയാം.
അതുകൊണ്ടാണ് 3 ദിവസമായപ്പം ഡിസ്ചാർജ് ചെയ്തത്. അല്ലെങ്കിൽ 2 ദിവസം കൂടെ കിടക്കേണ്ട രീതിയാണ്. നമുക്ക് 5 ദിവസമാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് കാര്യം എനിക്ക് കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ, എല്ലാ കിറുകിറുപ്പിൻ്റെതുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് 3-ൻ്റെ അന്ന് ഡിസ്ചാർജായി. 3 ദിവസം കിടന്നപ്പോൾ തന്നെ 19 ചില്ലറ അടച്ചു. പിന്നെ ആൻറ്റിബയോട്ടിക് വെളിയിൽ നിന്ന് എടുത്തു. അങ്ങനെ എല്ലാം കൂടെ 10-20 രൂപ പുറത്ത് നമുക്ക് ഹോസ്പിറ്റൽ മരുന്നിനും അവിടുത്തെ ഇതിനും മാത്രമായി. അപ്പം ആ ഒരു ഇതിലേക്കാണ് പോയത്. പിന്നെ ഇനി ഒരു റിസൾട്ട് കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. ആ റിസൾട്ടും കൂടെ മേടിച്ച് ഇനിയിപ്പോൾ മറ്റന്നാൾ ചെക്കപ്പിന് പോകണം. 4 ദിവസം കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞത്. റീഫണ്ട് ചെയ്ത് പൈസ വരും എന്ന് പറയുന്നു. അതിനി എങ്ങനെയാണെന്നൊക്കെ എല്ലാം കണ്ടറിയാനിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴെനിക്ക് വയ്യാതായി സുഖമില്ലാതായി ആശുപത്രിയിൽ കിടന്ന വിശേഷങ്ങൾ. എന്തായാലും വല്ലാത്തൊരു കാറ്റും പൊടിയും ഇതെല്ലാം കൂടെ വന്ന് ഒരു വല്ലാത്ത അനുഭവം. വയ്യായികയുടെ കൂടെ നമ്മളെ കൂടെ ഞാനേന്നും പറഞ്ഞ് നിൽക്കാനൊരാൾ ഇല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഞാൻ ഏറ്റവും ഇതിൽ മനസ്സിലാക്കുന്നത്. ചോദിച്ച് മനസ്സിലാക്കാനും വീട്ടിലിരുന്നായാലും വിളിച്ച് തിരക്കാനും എടുക്കാനും എല്ലാത്തിനും നമ്മളുടെ പെറ്റമ്മയെന്ന് പറഞ്ഞ ഒരാളവിടെ ഇല്ല. ആ സ്ഥാനത്തില്ലാത്തത് ഞാനിപ്പോൾ ആശുപത്രി കിടന്നിട്ട് ആദ്യമായിട്ടാണ്. അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അമ്മയെന്ന് പറയുന്നത് വേറെ ആരെപ്പോലെയല്ല. പെറ്റമ്മയെന്ന് പറയുന്നിടത്ത് വയ്ക്കാൻ വേറെ ആരുമില്ല. അതവിടെ അങ്ങനെയാണ്. അത് ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. അത്രയ്ക്കുണ്ട് നമ്മുടെ അമ്മയെന്ന് പറഞ്ഞതിൻ്റെ മഹത്വം. ഇതൊക്കെയാണ്. നമ്മുടെ ചാണപ്പാറ വാർഷികം നടക്കുകയായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ഉത്സവം കാണാനോ ഒന്നിനും പോയിട്ടില്ല. എനിക്ക് വയ്യാതെ ചുമയൊക്കെ ആയതുകൊണ്ട്. അപ്പം പരിപാടികളൊക്കെ നമുക്ക് പിന്നെയും കാണാമല്ലോ എന്നുള്ള ഒരിതിലായിരുന്നു. പിന്നെ മോള് കൊച്ചിനെയും കൊണ്ടാണ് പാപം ആശുപത്രിയിൽ വന്ന് ഒരു ദിവസം രാത്രി അവിടെ കിടന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓടി അവൾ അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം. മരുമോനായാലും അത് തന്നെ. പിന്നെയാണ് അറിയുന്നത് മരുമോൻ്റെ കൂട്ടുകാരനായിരുന്നു ഡോക്ടർ. മരുമോനുമായിട്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ അപ്പോഴും തന്നെ ഡോക്ടറൊക്കെ ഒരു വല്ലാത്തൊരിതായി. പക്ഷേ പിന്നെ അയച്ചിട്ടും അവർ സ്റ്റാർ ഹെൽത്തുകാർ അത് സ്വീകരിക്കാനുള്ള ഒരിതിപ്പം അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പൈസ തിരിച്ച് റീഫണ്ട് ചെയ്ത് തരാമെന്നുള്ള ഇത് സാറ് ഉറപ്പ് പറഞ്ഞ് ആ ഒരിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാര്യം എന്തോ ചെയ്യാനാണ്, എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു മായ അത്ര തന്നെയാണ്. അസുഖമൊന്നും വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കൊരു പനിയോ അങ്ങനെയൊക്കെ ഒരു അസുഖം വന്നിട്ടോ ഒക്കെ ഒത്തിരി നാളാകും. ഈ കൊറോണ പോലും വന്ന സമയത്ത് കൊറോണ പോലും വരാതെ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കൊറോണ വന്ന് ഞാൻ കണ്ടത് എൻ്റെ മോൻ്റെ കൊച്ച് ഞാൻ പോയി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കാണാൻ ചെന്നപ്പോൾ എൻ്റെ കൊച്ച് പനിയെന്നും പറഞ്ഞ് ചുണ്ടൊക്കെ ചുമന്ന് ആ കൊച്ചിൻ്റെ ഒരു ഇത് ഞാൻ ഇന്നും അത് ഓർമ്മിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറയാതെ ഒരു ദിവസം അവിടെ പോയി. അപ്പോഴും പിന്നെ അവളെ അമ്മയ്ക്കും നാത്തൂനും കൊച്ചിനും എല്ലാം വീണ്ടും പനി. ആ 2 അനുഭവം എൻ്റെ മനസ്സിൽ. പനി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് മനുഷ്യൻ അല്ലാത്ത രീതിക്ക് അങ്ങ് ഇതായി പോവും. അത്രയ്ക്കുള്ള ഒരു ഇതായിരുന്നു അന്നത്തേക്ക് ആ പനിയുടെ ഒരു ഇത്. ഇപ്പം വീണ്ടും അതിലേക്കുള്ള ഒരു ചെറിയ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ 2 ആഴ്ചത്തെ പൊടിക്കാറ്റിലാണ് ഈ ആൾക്കാർക്ക് മൊത്തം പനിയും ചുമയും അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. അങ്ങനെ കുറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരുമായിട്ടും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആവി പിടിക്കുന്നു. മോളും കൊച്ചും അങ്ങ് വീട്ടിലോട്ട് പോയേക്കുന്നു, അവർ അക്കരോട്ട് പോയേക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക. കുറഞ്ഞിട്ട് വേണം എനിക്ക് ആശുപത്രിയിലും പോകണം. കുറഞ്ഞ 2 ദിവസം കൂടെ കഴിഞ്ഞ് ആശുപത്രിയിൽ പോകണം. അപ്പോൾ നല്ലതുപോലെ കുറയാനൊക്കെ നിങ്ങളും കൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് ജോലിക്ക് പോകണം കുഴഞ്ഞിറങ്ങിയിട്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ. അപ്പം ഞാൻ ആശുപത്രിയിൽ കിടന്നതിൻ്റെ ഇടയ്ക്കുള്ള 1-2 രംഗങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ കാണലുമല്ലോ. ഞാൻ എന്നുള്ള ഇതിൽ ഞാൻ 1-2 ഇതൊക്കെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. അതുകൂടി ഞാനിതിലേക്ക് പിൻ ചെയ്തേക്കാം.